ഹായ്, HSF ഫിസിക്കൽ സയൻസിൻ്റെ മൊഡ്യൂൾ 1-ലെ NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 2-ൽ NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സിലബസ് വന്നിരിക്കുന്നത് എന്ന് വിശദമായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് +2-ൻ്റെ 12th NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സാണ് പ്രധാനമായിട്ടും ഈ ഒരു മൊഡ്യൂൾ 2-ൽ കൂടുതലും വന്നിരിക്കുന്നത്. അതിനുശേഷം സെമി കണ്ടക്ടർ എന്ന് പറയുന്ന സെക്കൻഡ് ടെക്സ്റ്റിലെ ഒരു ടോപ്പിക്കും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്, ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്ററുകളുടെ ഡീറ്റെയിൽസ് ആണ്. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് 2019 സമയത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. PDF അവൈലബിൾ ആണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു PDF കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. PDF അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പഴയ NCERT ടെക്സ്റ്റിൻ്റെ തന്നെ ഇംഗ്ലീഷ് വെർഷൻ നോക്കിയാലും കുഴപ്പമില്ല. കാരണം അത് പറയാൻ കാരണം ലേറ്റസ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരുപാട് ടോപ്പിക്കുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡിഗ്രി കണ്ടന്റിലേക്ക് ഉയരുന്ന ടോപ്പിക്കുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? പഴയ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കിട്ടും. അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ആ ടെക്സ്റ്റ് തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ മലയാളം വെർഷൻ ഓൺലൈനിൽ ലഭ്യമാവും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് ഉപയോഗിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏതായാലും മൊഡ്യൂൾ 2-ൻ്റെ NCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് മുമ്പ് ആ മൊഡ്യൂളിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ട്രാൻസിയന്റ് കറണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ഇതാണ് ആദ്യത്തെ സെഷൻ. പിന്നെ സെമി കണ്ടക്ടർ ഫിസിക്സിൽ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഓസിലേറ്റർ, ലോജിക് ഗേറ്റ്സ്, ഇതാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി, സെമി കണ്ടക്ടർ ഫിസിക്സ്, ഈ ഒരു മേഖലയിൽ നിന്നാണ് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും. വലിയൊരു സെൻറ്റൻസുകളിലോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കുകളോ ഒന്നും ഈ മൊഡ്യൂളിലും തന്നിട്ടില്ല. എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്കിലെ +2-ൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സിലബസും ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യത്തെ ആ ടേം ഒന്ന് ശ്രദ്ധിക്കുക. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ് അല്ലെ ആദ്യത്തെ ആ ഒരു ടേം എന്ന് പറയുന്നത്. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ്. അതെവിടെയാണ് നിങ്ങൾ പഠിച്ച +2-ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയായിരുന്നു എന്നൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററും, അതേപോലെ തന്നെ ഇലക്ട്രോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈ 2 ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. അതായത് ഇവിടെ എല്ലാം പഠിക്കുന്നത് ചാർജിനെ കുറിച്ചാണ്. ഈ ചാർജ് റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ ചാർജിന് മോഷൻ ഇല്ല, സ്വാഭാവികമായിട്ട് അതിന് വെലോസിറ്റി അക്സലറേഷൻ ഒന്നുമില്ല. റെസ്റ്റിലുള്ള ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇലക്ട്രിക് ചാർജിനെ കുറിച്ച്, റെസ്റ്റിലുള്ള ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും ആ ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിനെ കുറിച്ചും, ആ ഫീൽഡിൽ വേറൊരു ചാർജ് വന്നു കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം എഫക്റ്റ് ഉണ്ടാകും, അതിൽ കൂളംസ് ലോ വെച്ചിട്ടും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചാർജ്, സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ പോലുള്ള മൾട്ടിപ്പിൾ ചാർജ് വരുമ്പോഴുള്ള എഫക്റ്റ് എന്താണെന്നും, അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡും ഫീൽഡ് ലൈൻസും ഫ്ലെക്സും, ഇലക്ട്രിക് ഡൈപോളിനകത്ത് യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഗോസസ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിലുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ അടുത്ത, അതായത് ഞാൻ പറയുന്നു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫോഴ്സിനെ കുറിച്ച്, കൂളംസ് ലോ അടക്കമുള്ള ഇക്വേഷനിലൂടെയൊക്കെ അതിൻ്റെ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും ആദ്യത്തെ യൂണിറ്റുകളിൽ. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ തന്നെ പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അത് പോയിന്റ് ചാർജും ഇലക്ട്രിക് ഡൈപോളും സിസ്റ്റം ഓഫ് ചാർജും ഒക്കെ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട്, ഈക്വി പൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ചിട്ട്, സിസ്റ്റം ഓഫ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ട്, എക്സ്റ്റേണൽ ഫീൽഡിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടും ഒക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ് പിന്നെയുള്ളത്. ഡൈലക്ട്രിക് പോളറൈസേഷൻ, കപ്പാസിറ്റേഴ്സ്, അതിൽ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഡൈലക്ട്രിക്കിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് കപ്പാസിറ്റൻസിനെ അഫക്റ്റ് ചെയ്യുക, കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റർ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പഴയ ടെക്സ്റ്റുകൾ ഫോളോ ചെയ്താൽ കുറേ കണ്ടന്റ് കൂടി അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 ചാപ്റ്ററുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം അവിടെ വന്നിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് നിങ്ങൾക്ക് നോക്കാം, കറണ്ട് ഇലക്ട്രിസിറ്റി എന്നൊരു ടേം കിടപ്പില്ലേ. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ആ ചാപ്റ്റർ പഠിക്കണം. അതിൽ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച്, കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ട്, ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി, ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്, വേരിയസ് മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റിയെ കുറിച്ചിട്ട്, അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, അതുപോലെ ഇലക്ട്രിക്കൽ എനർജി, പവർ, സെൽ EMF, ഇന്റേണൽ റെസിസ്റ്റൻസ്, സെല്ല് സീരിയസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, കിർച്ചോഫ്സ് റൂളും വീസ്റ്റേൺസ് ബ്രിഡ്ജും ഒക്കെയാണ് അവിടെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജ്
പൊട്ടൻഷ്യോമീറ്റർ പോലുള്ള കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ടെസ്റ്റിൽ അത് കാണാൻ പറ്റില്ല. പഴയ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ ആ കാര്യങ്ങളോട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക് ആ ഒരു ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇനിയുള്ള ടോപ്പിക്കാണെന്ന് നോക്കി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന അടുത്തൊരു ചാപ്റ്ററിന്റെ പേരായിട്ട് തന്നെ ഉണ്ട്. നോക്കിയോ, ചാപ്റ്റർ 4 അല്ല, ചാപ്റ്റർ 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കണ്ടോ, അത് ഫാരഡയുടെ എക്സ്പെരിമെന്റ്, മാഗ്നറ്റിക് ഫ്ലക്സ്, ഫാരഡയുടെ ലോ ഓഫ് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, മോഷണൽ EMF, ഇൻഡക്റ്റൻസ്, AC ജനറേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കിലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. എനിവേ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നെയിമായിട്ട് തന്നെ ഇടപെടേണ്ട ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, വീണ്ടും ഒരു ചാപ്റ്ററിന്റെ പേര് അങ്ങനെ തന്നെയുണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമുക്ക് നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ചാപ്റ്റർ 7, അതായത് ചാപ്റ്റർ 6 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അതിൽ AC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും LCR സർക്യൂട്ടിലും ഒക്കെയുള്ള കാര്യങ്ങൾ, പവർ ഇൻ AC, ട്രാൻസ്ഫോമേഴ്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിൽ കുറെ കൂടി വിശദമായിട്ടുള്ള ടോപ്പിക്കുകൾ കിട്ടും. അത് തന്നെ റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് അല്ലേ അടുത്ത് കിടക്കണേ. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 2 ചാപ്റ്ററുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ആയിട്ടുള്ള ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മോഷൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഭാഗത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ചാർജ് അറ്റ് റെസ്റ്റിലാണെങ്കിൽ പിന്നെയുള്ള ഭാഗത്ത് ചാർജ് മൂവ് ചെയ്യാണ്. ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് അതിന് പറയാം. മൂവിങ് ചാർജ് വിൽ ക്രിയേറ്റ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ അവിടെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ള കൺസെപ്റ്റൊക്കെ ഈ ചാപ്റ്ററുകളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. അതിനുശേഷം വീണ്ടും മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം കഴിഞ്ഞിട്ട് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് ഗോസസ് ലോയും, അതുപോലെ തന്നെ മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി പോലുള്ള കാര്യങ്ങൾ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ഇതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടൈം. അത് ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററും പഠിക്കണം. അതിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകളും പഠിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ചാർജ് അറ്റ് റെസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിൽ ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോ ഡൈനാമിക്സ് ഞാൻ പറഞ്ഞു. ഇനി അക്സലറേറ്റ് ചെയ്യുന്ന ചാർജ് ആണെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അക്സലറേറ്റിംഗ് ചാർജിൽ പ്രൊഡ്യൂസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കമ്പൈൻ ചെയ്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ അല്ലെങ്കിൽ EM വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ആശയം 8ാമത്തെ ചാപ്റ്ററിൽ വരാനുള്ള കാരണം. അതിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പല ചാപ്റ്ററുകളായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇപ്പം കെമിസ്ട്രിയുടെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്തടക്കം നമ്മൾ +1 ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകളും നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇതുകൂടി കംപ്ലീറ്റ് പഠിച്ച് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഈ ടോപ്പിക്ക് പക്ഷേ ഈ സിലബസിൽ മൊഡ്യൂൾ 2 എടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. ചാർജ് അറ്റ് റെസ്റ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ആദ്യത്തെ 2 ചാപ്റ്ററുള്ളതാണ്. പിന്നെ മൂവിങ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അങ്ങനെ കുറേ ചാപ്റ്ററുകളിൽ കാര്യങ്ങളൊക്കെ പഠിക്കും. കറണ്ട്, ഇലക്ട്രിസിറ്റി, ഓൾട്ടർനേറ്റിംഗ് കറണ്ടൊക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആക്സലറേറ്റിംഗ് ചാർജ് വിൽ പ്രൊഡ്യൂസ് EM വേവ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വീണ്ടും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ടും നിങ്ങൾ അറിയേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. ഈ 8 ചാപ്റ്ററുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൊഡ്യൂളിൻ്റെ കോർ എലമെൻറ്റ് കിടക്കുന്നത് ഈ 8 ചാപ്റ്ററുകളായിട്ട് തന്നെയാണ്. ഇനി അതിൻ്റെ താഴെ ഒരു സെമി കണ്ടക്ടർ ഫിസിക്സ്, ഐ റിപ്പീറ്റ്, നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യണം. അങ്ങനെയാണ് അതിൽ ഡയോഡ് കിട്ടും, ട്രാൻസിസ്റ്റർ കിട്ടും, ആംപ്ലിഫയറും കിട്ടും, ഓസിലേറ്ററും ലോജിക് ഗേറ്റും ഒക്കെ അതിനകത്ത് കവറായി പോകും. പക്ഷേ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം, സെമി കണ്ടക്ടറിൽ മെറ്റൽസ്, സെമി കണ്ടക്ടർസ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇൻട്രൻസിക് എക്സ്ട്രൻസിക്, PN ജംഗ്ഷൻ ഡയോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജംഗ്ഷനും ഡയോഡുകളും റെക്ടിഫയറിൻ്റെ ടൈം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ല എന്ന് കാണാൻ പറ്റും. അതായത് ഈ സിലബസിലെ ഡയോഡ്സ് മാത്രമാണ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുക. പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അവിടെ ട്രാൻസിസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സും എല്ലാം ഉൾപ്പെടെയാണ് പഴയ ടെക്സ്റ്റ് ബുക്ക് കവർ ആവുന്നത്. ഏതെങ്കിലും ടോപ്പിക് കവർ ആവുന്നില്ലെങ്കിൽ മാത്രമേ ഡിഗ്രി ലെവലിൽ നിന്ന് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഓരോ പേപ്പറായിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. അതിലും ഈ കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പഴയ ടെക്സ്റ്റ് 2019 വരെ അവൈലബിൾ ആയിട്ടുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF എടുക്കുക. അതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഇൻക്ലൂഡഡ് ആണ്. അത് വൃത്തിക്ക് പഠിച്ചാൽ തന്നെ കണ്ടന്റ് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇതാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് +2ൻ്റെ ആദ്യത്തെ 8 ചാപ്റ്ററുകളും ദെൻ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററും, അത് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ടോപ്പിക്കുകളെ കവർ ചെയ്ത് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് മൊഡ്യൂൾ 2 കവർ ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. മൊഡ്യൂൾ 3 ഏതെല്ലാം ചാപ്റ്ററുകൾ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ യൂസ്ഫുൾ ആയെന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.